നമസ്കാരം. കൂടലോട്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വർക്ക് പെർമിറ്റ് ആയിട്ടും ടൂറിസ്റ്റ് വിസ ആയിട്ടും സ്റ്റുഡന്റ് വിസ ആയിട്ടും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അൺസ്കിൽഡ് ആയിട്ടും സ്കിൽഡ് ലേബറേഴ്സ് ആയിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ കെയർ ഗീവറൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ആളുകളും ഒരുപാട് പേരുണ്ട്. വിസ കിട്ടാതെയും പൈസ നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഫേക്ക് വിസ കിട്ടിയിരിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. എങ്കിലും ആളുകൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹമായിട്ട്. അപ്പോൾ യൂറോപ്പിലേക്ക് എത്താനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വിസ ടൈപ്പ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ കാണുക. ഡിജിറ്റൽ നൊമാഡ് വിസ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോർച്ചുഗലിലേക്കും സ്പെയിനിലേക്കുമാണ് പോകാനായിട്ട് സാധിക്കുക. പല രാജ്യങ്ങളും ഡിജിറ്റൽ നൊമാഡ് വിസ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ വേറെ പേരിലായിരിക്കും അങ്ങനെ വിസ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തു നിന്നുള്ള ആളുകൾക്കാണെങ്കിലും ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തു നിന്നോ ആളുകൾക്കാണെങ്കിൽ പോലും യൂറോപ്പിലേക്ക് എത്താനും യൂറോപ്പിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനും അവിടേക്ക് ഫാമിലീനെ കൊണ്ടുപോകാനും അവിടെ PR സാധ്യതകളിലേക്ക് എത്താനൊക്കെയുള്ള മാർഗങ്ങളാണ് ഈ ഡിജിറ്റൽ നൊമാഡ് വിസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ നൊമാഡ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് നമ്മൾ ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ആ കമ്പനിയിൽ ഇല്ലെങ്കിൽ പോലും മീൻസ് ലൊക്കേഷനിൽ നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ പോലും നമ്മൾക്ക് വേറൊരു രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ആ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ള, അതായത് റിമോട്ടിലാണെങ്കിൽ പോലും നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന ടൈപ്പുള്ള അല്ലെങ്കിൽ ആ നേച്ചറുള്ള ഒരു ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ കമ്പനിയുടെ കൃത്യമായിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് നമ്മൾ ആ കമ്പനിയിൽ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ നമുക്ക് ഇത്ര സാലറി ഉണ്ട്, നമ്മൾ സ്പെയിനിലോ പോർച്ചുഗലിലോ പോയിട്ട് വർക്ക് ചെയ്യുന്നതിന്, റിമോട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നതിന് ഈ കമ്പനിക്ക് ബുദ്ധിമുട്ടില്ല, കമ്പനിയുടെ സമ്മതത്തോടുകൂടി നമ്മളവിടെ പോയി വർക്ക് ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പേപ്പേഴ്സ് നിർബന്ധമായിട്ട് വേണം. നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കണം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ വേണം. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് പോയി ഇന്ന് അവിടെ നിന്നുകൊണ്ട് റിമോട്ടിൽ ഈ ഇവിടുത്തെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പല റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് അവിടെയും വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫാമിലീനെ നമ്മൾക്ക് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവിടെ സെറ്റിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇത്ര വർഷം കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ നൊമാഡ് വിസ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ലേഡീസിനോ ജെൻസിനോ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊരു സെൽഫ് എംപ്ലോയി ആണ്, നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്, ഇവിടെ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി റൺ ചെയ്ത് പോകുന്നതിന് തടസ്സങ്ങളില്ല, നിങ്ങളുടെ കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അതിൻ്റെ ഡോക്യുമെന്റ് സൈഡൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനി ഓണർ ആണ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ നൊമാഡ് വിസയ്ക്ക് വരുന്ന എംബസി ഫീസ് സാധാരണ നമ്മൾ ഷെങ്കൻ വിസയ്ക്ക് വരുന്ന കോസ്റ്റ് ഒക്കെ തന്നെയാണ് നമ്മൾക്ക് എംബസിയിൽ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ചിലപ്പോൾ BLS ആയിരിക്കും അല്ലെങ്കിൽ VFS ആയിരിക്കും. അതുപോലെ കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ വിസ ടൈപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ CC സൈദ്. താങ്ക് യു.